ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ ദൈവം അനുവദിച്ച ദൈവത്തിന് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. തമ്പുരാന്റെ കൃപ ഒന്ന് മാത്രമാണ് നമ്മളെല്ലാം ജീവിക്കുന്നതെന്ന് എപ്പോഴും ഓർക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ഈ ക്ലാസിന്റെ അവസാനം, അതായത് കോരിന്ത്യർ ലേഖനം പരിശുദ്ധനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. 16-ാം അധ്യായം. 16-ാം അധ്യായം ഇതൊരു കൺക്ലൂഷനാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ലേഖനത്തിലൂടെ പറഞ്ഞതായ കാര്യങ്ങളെല്ലാം ഒന്നോടൊന്ന് പോവുകയും അതിന് എടുത്തതായ കാര്യങ്ങളെ, തീരുമാനങ്ങൾ, അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഓർക്കുകയും തൻ്റെ കൂടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളെ ഇതിനകത്തോട് ഓർക്കുകയും അവർക്ക് നന്ദി പറയുകയും അവരോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്ന ഒരു അധ്യായം. നമ്മുടെ കുറവുകൾ ഒന്നും കണക്കാക്കാതെ മറ്റുള്ളവരെ കരുതണമെന്ന് നമ്മളെ പഠിപ്പിച്ച് ആ ഒരു രീതിയിൽ സഹോദരങ്ങളെ കൂട്ടി നിർത്തി തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം പൗലോസ്ലിയ ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുന്നതായി നാം കാണും. 16-ാം അധ്യായത്തിൽ തന്റെ ലേഖനം ഉപസംഹരിക്കുകയാണ്. ഇവിടെ പ്രായോഗികവും വ്യക്തിപരവുമായ ചില പരാമർശങ്ങൾ ഇവിടെ നൽകുന്നു. കേട്ടറിവ് വഴിയും കത്തിലൂടെയും അറിഞ്ഞ കാര്യങ്ങളെ വെളിച്ചത്തിൽ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യുകയും എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ശേഷം സഹപ്രവർത്തകരുടെയും തുടർ യാത്രകളെക്കുറിച്ചും കോരിന്ത്യസിലെ സഹോദരങ്ങളെ അറിയിക്കുകയാണ് ഈ അധ്യായത്തിലൂടെ. ഇവിടെ ഇരുഭാഗത്തെയും സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ ആശംസകൾ, ചില ഉപദേശങ്ങൾ, പ്രാർത്ഥന എന്നിവയും സമാപന ആശംസകളും ഉൾപ്പെടുത്തി ഈ അല്ലെങ്കിൽ ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഈ അധ്യായത്തെ നമുക്ക് മുൻഭാഗങ്ങളിൽ ചെയ്ത പോലെ തന്നെ 6 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ധനശേഖരണം, അതായത് യെരുശലേമിലെ ദരിദ്രരായ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതായ ധർമ്മശേഖരണം. 2, 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പൗലോസിന്റെ യാത്രാ പദ്ധതികൾ, പൗലോസ് കൊരിന്ത്യ സന്ദർശിക്കാനുള്ള താല്പര്യം എന്നിവയെക്കുറിച്ച് കാണുന്നു. 16-ന്റെ 10 മുതൽ 12 വരെ തീമോത്തിയോസിനെയും പൗലോസിനെയും അഭിനന്ദിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതായ കാര്യം. 13-14 വാക്യങ്ങൾ അത് ക്രൈസ്തവരിൽ എക്കാലത്തും കാണേണ്ടതായ ഒരു പഞ്ചശീലങ്ങൾ അല്ലെങ്കിൽ പ്രബോധനങ്ങളാണ്. അത് പൗലോസ്ലിയായി കഴിഞ്ഞ അധ്യായങ്ങളോടെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 15-18 വാക്യങ്ങൾ സ്തേഫാനോസിനും മറ്റുള്ളവർക്കുള്ള നിർദ്ദേശങ്ങളും 19-24 ഉപസംഹാരം പ്രാർത്ഥനയുമായിട്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലൂടെ നോക്കുന്ന പോവാം. ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുവൻ തനിക്ക് കഴിവുള്ളത് സ്വരൂപിച്ച് തന്റെ പക്കൽ വെച്ചുകൊള്ളണം. ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടു കൂടി അയക്കും. ഞാനും കൂടെ പോകുവാൻ തക്കവിധം അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോട് കൂടി പോരാ. ഇവിടെ പരിശുദ്ധനായ പൗലോസ്ലിയ യെരുശലേമിലെ ദരിദ്രരായ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം. റോമർക്ക് എഴുതിയ ലേഖനം 15-26 നമുക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജെറുസലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മവും ഉപകാരം ചെയ്യുവാൻ മക്കോദേനയിലും ആഖായിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. അതായത് മക്കോദേനയിൽ നിന്നും ആഖായിലും ഉള്ളവർ ഫണ്ട് പിരിച്ചു കൊടുത്തതായിട്ട് ഇവിടെ പൗലോസ് തന്നെ ഓർമ്മിപ്പിക്കുന്നു. അതതിൻ്റെ കാരണം ജെറുസലേമിൽ ഉണ്ടായ കൊടിയ ക്ഷാമം. അത് അപ്പോസ്തല പ്രവർത്തികൾ 11-28-30 ഭാഗത്ത് അത് കാണാം. 11-28-30
അവരിൽ അഗബോസ് എന്ന പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തെല്ലാം മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ സഹായത്തിനായി ശിഷ്യന്മാരിൽ ഓരോരുവൻ പ്രാപ്തി പോലെ കൊടുത്തയക്കാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർണബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. അതെ, അവിടെ ക്ഷാമം ഉണ്ടാവുക എന്നൊരാൾ പ്രഖ്യാപിക്കുകയും അത് പ്രവചിക്കുകയും അതുപോലെ ക്ഷാമം ഉണ്ടാവുകയും ചെയ്യും. മറ്റുള്ളവർ ഫണ്ട് സഹായങ്ങൾ അവർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണും. അതുപോലെയുള്ള ഒരു സഹായമാണ് അല്ലെങ്കിൽ ഒരു ധർമ്മോപകാരം അല്ലെങ്കിൽ ധർമ്മശേഖരമാണോ നമ്മൾ കൊരിന്ത്യരിലും പരിശുദ്ധനായ പൗലോസ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഉള്ള ഈ ജെറുസലേമിലുള്ള വിശ്വാസികൾ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു. മാത്രമല്ല ക്രിസ്ത്യാനികൾക്കെതിരായുള്ള പീഡനങ്ങളും ആദിമകാലത്തും, അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ആദിമകാലത്ത് പൊതുവായ ജീവിത രീതിയും എല്ലാം ഇതിന്റെ ശക്തി വർദ്ധിപ്പിച്ചത്. കാര്യം ആദിമകാലത്ത് ക്രിസ്ത്യാനിറ്റി വളർന്നു വന്ന ആദിമകാലത്ത് പോയി അവർ പുറത്തിറങ്ങിയാൽ അവരെ പിടിക്കുകയും അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ അവർക്ക് പുറത്തിറങ്ങാനോ ജോലി ചെയ്യാനോ ഇല്ലാത്തൊരവസ്ഥയിൽ അവിടെ സാമ്പത്തികമായിട്ടും അവർക്ക് സാമ്പത്തികം മാത്രമല്ല ഭക്ഷണമില്ലായ്മ മുതലായ പ്രശ്നങ്ങളിൽ സഹോദരങ്ങളുടെ സഹായം ആവശ്യമായി വരുന്നു. അവിടെയാണ് പൗലോസ് ഇങ്ങനെ ഒരു കാര്യം അവരെ ഓർമ്മിപ്പിക്കുന്നത്. പൗലോസ് വളരെ തന്മയത്വത്തോടെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളിൽ നിന്നും വിജാതിരിയിൽ കൂടി ഇങ്ങനെ ഒരു പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ അദ്ദേഹം എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. അന്ത്യോക്യയിൽ നിന്നാണ് ഇത് ആദ്യമായി ഇപ്രകാരം ഒരു ധർമ്മശേഖരം നടന്നതെന്ന് നമുക്കത് അപ്പോസ്തലർക്ക് എഴുതിയ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. ശിഷ്യന്മാരെല്ലാവരും തങ്ങളുടെ കഴിവനുസരിച്ച് യൂദായിൽ താമസിച്ചിരുന്ന സഹോദരന്മാർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു എന്ന് നമ്മൾ അത് വായിച്ച് കേട്ടതാണ്. ഗലാത്യ സഭകൾക്ക് നൽകിയ നിർദ്ദേശത്തെ പറ്റി പുസ്തകങ്ങളിലെങ്ങും പറയുന്നില്ല എങ്കിൽ തന്നെ ഇവിടെ നമ്മളോട് പറയുന്നു 16-ന്റെ 1-ാം വാക്യത്തിൽ ഗലാത്യ സഭയിൽ ആജ്ഞാപിച്ചതുപോലെ കോരിന്ത്യ സഭയിലും ചെയ്യുവേൻ എന്നാണ് പരിശുദ്ധനായ പൗലോസ് നമ്മളെ അവിടെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ ആ കോരിന്ത്യർ ഈ സഭയിൽ തന്റെ പ്രസംഗം കൂടി അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൂടി ക്രിസ്തീയ സഭയുടെ സ്വഭാവമാണ് അവിടെ കാണുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലല്ല 14-ാം അധ്യായത്തിൽ നാം കണ്ടതുപോലെ ഒരു അവയവത്തിന് കഷ്ടം അനുഭവിക്കുമ്പോൾ മറ്റ് അവയവങ്ങളും സഹായത്തിന് എത്തുക എന്ന് നമ്മളെ 12-ന്റെ 26-ൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അതിന് തുല്യമായിട്ട് നമ്മളുടെ ഒരു സഹോദരന് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ സഹകരിക്കണം എന്ന് ഉള്ള പഠിപ്പിക്കലിന്റെ ഈ പൗലോസിന്റെ ഈ ധർമ്മശേഖരണത്തിന് ഒരു ഉദാത്ത മാതൃകയായിട്ട് കാണുന്നുണ്ട്. പൗലോസിന്റെ ശ്രമഫലമായി സ്ഥാപിച്ച എല്ലാ വിജാതീയ ക്രിസ്തീയ സഭകളിൽ നിന്നും ദരിദ്ര സഹോദരന്മാർക്ക് വേണ്ടി ധനശേഖരണം നടത്തിയതായിട്ട് നമ്മൾ പൗലോസിന്റെ പല രേഖകളിലൂടെ കാണുന്നു. എപ്രകാരമാണ് ധർമ്മശേഖരം നടത്തേണ്ടത് എന്ന് തുടർന്ന് പ്രസ്താവിക്കുന്നു. അത് ഒരുമിച്ച് അല്പം വലിയ സംഖ്യ എടുത്ത് ദാനം ചെയ്യാൻ പലർക്കും സാധിച്ചു എന്ന് വരികയില്ല. അതിന് പൗലോസ് നിർദ്ദേശിക്കുന്ന എളുപ്പമാർഗം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഓരോ ഞായറാഴ്ചയും ആരാധനയ്ക്ക് കൂടി വരുന്ന ദിവസം ഒരു സംഖ്യ നീക്കിവെക്കണം. അതായത് അവനവന് കഴിവുള്ളത് അനുസരിച്ച് അത് നീക്കിവെച്ചാൽ അത് നല്ലതായിരിക്കും. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം എല്ലാവരും അപ്പം നുറുക്കുവാൻ കൂടും, അല്ലെ കൂടി വരികയുണ്ടായിരുന്നു എന്ന് നമ്മളെ അപ്പോസ്തല പ്രവൃത്തികൾ 20-ന്റെ 7-ൽ നമ്മൾ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 20-ന്റെ 7 ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ആ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ നമ്മൾ ഞായറാഴ്ചകളിൽ നമ്മൾ പള്ളിയിൽ കൂടുന്നത് പോലെ തന്നെ ശിഷ്യന്മാരും അല്ലെങ്കിൽ ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ കൂടി വരും. അപ്പോൾ അന്നേരം അവനവന് കഴിയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വരൂപിച്ചു വെച്ച് അവിടെ കൊണ്ട് കേൾപ്പിക്കണമെന്ന് ആണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. അത് പഴയ നിയമകാലത്ത് ഓരോരുത്തരും തങ്ങൾക്കുള്ളതിൽ നിന്ന് ദശാംശം ദൈവത്തിനായി മാറ്റിവെക്കുന്ന പതിവുണ്ടായിരുന്നു എന്നത് നാം ഓർക്കേണ്ടതാണ്. ഇവിടെ പൗലോസ് അത് തന്നെ ഓർമ്മിപ്പിച്ച് ഉന്നയിക്കുന്നു. തത്വങ്ങൾ ദാനങ്ങൾ നൽകുന്ന പതിവാക്കണം. ആരും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കരുത്. അവരവരുടെ ശേഷി അനുസരിച്ച് മാത്രം മതി എന്ന് ഒന്നും ഓർമ്മിപ്പിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ ഓർക്കാം, നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ പിടിയേരി സ്വരൂപിച്ചു വെച്ചതും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ദേവാലയത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം കരുതി വെക്കുന്നത് ഇതിനൊക്കെ ചിന്തിച്ചു നോക്കി അതുമായിട്ട് നമുക്കൊന്ന് താരതമ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. കാര്യം അന്ന് പഴയ കാലത്ത് നമുക്കില്ലായ്മയിൽ നിന്ന്
നമ്മൾ സ്വരൂപിച്ചു വെക്കുക. നമുക്കിപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ പലപ്പോഴും കൊടുക്കാൻ മടിയായിട്ട് വരും എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് പല സന്ദർഭം. ഇവിടെ പരന് സഹായം ചെയ്യുന്നതിനെ പറ്റി വിശുദ്ധ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ എടുത്ത് പറയാം. ഒന്ന്, ദാനധർമ്മം ദൈവത്തിന് പ്രസാദകരം. 2 കോരിന്ത്യൻസിന്റെ 9:7 നമ്മൾ കാണും. ദാനധർമ്മം ദൈവത്തിന് പ്രസാദകരം. 2 കോരിന്ത്യൻസ് ചാപ്റ്റർ 9:7. ദൈവീയ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ മാറ്റിവെക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എക്സോഡസ്, അതായത് പുറപ്പാട് പുസ്തകത്തില് 35:21 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. എക്സോഡസ്, അതായത് അന്ന് പുറപ്പാട് ഇസ്രയേൽ ജനം അവിടെ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ മോശയുടെ നിർദ്ദേശപ്രകാരം ദൈവീയ കാര്യങ്ങൾക്കായിട്ട് പണം മാറ്റിവെക്കുന്നതായിട്ട് നാം 35-ാം അധ്യായം 21-29 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. അതുപോലെ ദരിദ്രരോട് ഉള്ള സഹായം, അത് ഐസായ 58:7. നമ്മളത് എപ്പോഴും നോയമ്പ് കാലങ്ങളിൽ എപ്പോഴും വായിക്കുന്ന ഒരു ഭാഗമാണ്. യെശയ്യാ പുസ്തകം 58:7 നമ്മൾ കാണുന്നുണ്ട്. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുക എന്ന് യെശയ്യാ പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനത്തിന് ഫിലിപ്പീൻസ് എഴുതിയ ലേഖനം 4:14-16 നാം കാണുന്നുണ്ട്. അത് സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ ഫണ്ട് പിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ധനം മാറ്റിവെക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ അങ്ങനെ പുതിയ നിയമത്തിൽ പല ഭാഗത്തായിട്ട് നമ്മൾ അങ്ങനെ ദരിദ്രരെ സഹായിക്കുന്നതിന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായി നാം കാണുന്നു. അത് 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ധർമ്മശേഖരത്തെ പോലെ അത് ഏൽപ്പിച്ചു കൊടുക്കുന്നതിലും പൗലോസ് ക്രമീകരണം ചെയ്യുന്നു. നിങ്ങൾക്ക് സമ്മതമുള്ളവരെ പണം കൊണ്ടുപോകാൻ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവർ തന്നെ അതിന് കൊണ്ടുപോകാനായിട്ടുള്ളത് നിങ്ങൾ തന്നെ അതിനായിട്ടുള്ള ആൾക്കാരെ നിയോഗിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. അതായത് പൗലോസ്ലീഹ അതിനകത്ത് ഇടപെടാതെ മാറി നിൽക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ 2 പേര്, അതായത് ഒരാളായി മാത്രമായിട്ട് പണം കൈകാര്യം ചെയ്യരുത് എന്നും ഒന്നിലധികം പേരായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടതെന്നും, ഇൻ കേസ് നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ താനും അവരോടൊപ്പം പോകണമെങ്കിൽ പോകാമെന്ന് ഓർമ്മിപ്പിക്കുക ചെയ്യുന്നുണ്ട്. എങ്കിലും അതിന് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരെ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കണം എന്ന് അവരോട് പറയുന്നു. അതായത് ഇതിനെ കൊണ്ടുപോകാൻ മനസ്സുള്ളവരും അതിന് സമ്മതമുള്ളവരും അതിന് പറ്റിയ ആൾക്കാരുമായിരിക്കണം എന്ന്, വിശ്വസ്തരായവരായിരിക്കണം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അടുത്ത ഭാഗം നമ്മൾ പോകുമ്പോൾ 2-ാം ഭാഗമായിട്ട് വരുന്നത് യാത്രാ പദ്ധതികളാണ്. പൗലോസിന്റെ കോരിന്ത് സന്ദർശിക്കാനുള്ള താല്പര്യമാണ്. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മക്കദോന്യയിൽ കൂടി കടന്ന ശേഷം നിങ്ങളുടെ അടുക്കൽ വരും. മക്കദോന്യയിൽ കൂടിയാകുന്നു ഞാൻ വരുന്നത്. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്രയയപ്പാൻ തക്കവണ്ണം പക്ഷെ നിങ്ങളോടുകൂടെ പാർക്കും. ഹിമകാലം കൂടെ കഴിക്കുമായിരിക്കും. കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടുകൂടെ പാർപ്പാൻ ആശിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകുന്ന വഴിയിൽ അല്ല നിങ്ങളെ കാണുവാൻ ഇച്ഛിക്കുന്നത്. എഫേസസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലർ ഉണ്ട്. താങ്ക് യു. പൗലോസ് തന്റെ യാത്രാ പരിപാടിയെ കുറിച്ച് കോരിന്ത്യരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എഫേസസിൽ നിന്നും കോരിന്തിലേക്ക് പോകാനാണ് പൗലോസ് വിചാരിച്ചിരിക്കുന്നത്. കോരിന്ത്യരോട് കൂടെ കുറെ നാൾ പാർക്കാനുള്ള തന്റെ ആഗ്രഹം അവരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയങ്ങൾ പൗലോസ് അതിനെ വേണ്ടുന്നതായ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ എടുത്തു പറയുന്നത്. പക്ഷെ എങ്കിലും പെന്തിക്കോസ്ത് വരെ പൗലോസ് എഫേസസിൽ താമസിച്ച് സുവിശേഷ വേല ചെയ്യും എന്നാണ് ഓർപ്പിക്കുന്നത്. ഇവിടെ നല്ലൊരു എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്ന് പറയുന്നത്
ഈ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് പ്രസ്താവിക്കുന്നത് ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള ഒരു സന്ദർഭം എന്നാണ് ഈ വാതിൽ എന്ന പ്രയോഗം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് എഫേസസിൽ ഇപ്പോഴും അവിടുന്ന് മാറി നിൽക്കാൻ ഒക്കെയില്ല. എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നു. ഇവിടെ നിന്ന് കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാനുള്ള സമയം ഇവിടെ എനിക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഈ സമയം ഇപ്പം ഇവിടുന്ന് പോകാൻ ഒക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, എനിക്ക് വലിയതും സൗരമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അതിന് നമ്മൾ നോക്കിയാൽ അപ്പോസ്തല പ്രവർത്തികൾ 14:27 ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് 14:27 നമ്മളത് കാണുന്നുണ്ട്. അവിടെ എത്തിയ അവിടെ ശേഷം എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. ഉണ്ട്. അതായത് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു. അത് വചനത്തിന്റെ വാതിൽ അവിടെ തുറന്നു എന്നാണ് അവിടെ ഓർക്കുന്നത്. അതുപോലെ തന്നെയാണ് കൊലേഷ്യൻസിന്റെ 4:3 ഇത് തന്നെ സിമിലർ ആയിട്ട് നമുക്ക് കാണാം. കൊലേഷ്യൻ എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടുന്നതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും. അവിടെ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ എന്നാണ് പറയുന്നതെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരാൻ തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എനിക്ക് സഫലമായ ഒരു വാതിൽ അപ്പോസ്തലസില് തുറന്നു കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അവിടുന്ന് അതാണ് കൊരിന്ത്യർക്കുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അറിയിക്കാനാണ് അവിടെ 3 പേര് കത്തുമായിട്ട് വന്നതും അതിനുള്ള മറുപടിയാണ് ഇത്. അപ്പോഴേ അവരോട് പറയാണ് എന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിയില്ല എന്നുള്ളൊരു പ്രസ്താവനയാണ്. അവിടെ വരാനൊക്കാത്തതിന്റെ കാരണം അതാണ് എന്ന് എടുത്ത് പറയുന്നു. എഫേസസിൽ വളരെയധികം എതിർപ്പുകൾ, കാര്യം പൗലോസിന് വളരെയധികം എതിർപ്പുകൾ എഫേസസിൽ ഉണ്ടായതായിട്ട് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അതായത് എഫേസസിൽ വെച്ച് മൃഗങ്ങളോട് യുദ്ധം ചെയ്തു എന്നുള്ളതായത് കാര്യം. അതിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിയതാണ്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് 19:23-29 ഭാഗത്ത് കാണുന്നുണ്ട്. അതായത് അവിടെ ഒരു പൗലോസിന് വളരെയധികം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ആ ഒരു കഷ്ടങ്ങൾ സഹിച്ച് അതിൽ നിന്നെല്ലാം രക്ഷ പ്രാപിച്ച് ഒരു വചനം പ്രസ്താവിക്കാനായിട്ടുള്ള ഒരു വാതിൽ തുറന്ന് കിട്ടിയതായ ഈ അവസരം ഇപ്പൊ കൊരിന്ത്യയിലേക്ക് ഇപ്പൊ വരാൻ ഒക്കെയില്ല എന്നാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ എഫേസസിൽ അർത്തിമസ് മഹാദേവിയുടെ വേണ്ടി ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനും അവരുടെ ദേവിയുടെ ആരാധകരും പൗലോസിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചതായും അതിനാൽ അവിടെ കഷ്ടത അനുഭവിച്ചു എന്നും അതിനുശേഷം ഉണ്ടായതായ ഈ വാതിൽ തുറന്നു കിട്ടിയപ്പോൾ അന്നേരം പൗലോസിന് അവിടെ നിന്ന് പോകാനൊക്കെ ഇല്ലെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ എങ്കിലും അവർ സഭയുടെ പിന്നെ പറയുന്നത് കൊരിന്ത്യയിൽ കുറെ കാലം താമസിക്കാൻ താൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം തന്നെ അവർ തന്നെ യാത്രയാക്കണമെന്നും പൗലോസ് ഈ എഴുത്തിനകത്ത് എഴുതി അറിയിക്കുന്നുണ്ട്. കൊരിന്ത്യയിൽ ഹിമകാലം, അതായത് ശൈത്യകാലം കൊരിന്ത്യയിൽ തന്നെ പെന്തിക്കോസ്തി വരെ എഫേസസിൽ നിൽക്കുകയും അതിനുശേഷം ശൈത്യകാലം വരെ അവിടെ വന്ന് കൊരിന്ത്യസിൽ നിൽക്കണമെന്നും കൊരിന്ത്യയിൽ കുറച്ചു കാലം താമസിച്ചതിന് ശേഷം അവർ തന്നെ അവിടുന്ന് അദ്ദേഹത്തിനെ യാത്രയാക്കണമെന്നും പ്രത്യേകം സൂചിപ്പിക്കുന്നു. അത് ഒരു സുവിശേഷ പ്രവർത്തകരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കലാണ്. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്രയാക്കാൻ തക്കണം എന്ന്, അതായത് അവര് വന്ന് എന്നെ യാത്രയാക്കണം എന്നതിന്റെ അർത്ഥം ഈ വരുന്ന മിഷണറി പ്രവർത്തനം വന്നു പോകുമ്പോൾ അവരുടെ യാത്രാ ചെലവുകൾ അവർ തന്നെ വഹിക്കണം എന്നാണ് ഈ ഭാഗത്തൂടെ അദ്ദേഹം ഓർപ്പിക്കുന്നത്. അതായത് സുവിശേഷ പ്രഘോഷകരെ സംബന്ധിച്ചുള്ള ഒരു സാധാരണ കാര്യമാണ് അത്. പൗലോസ് പലയിടത്തും അത് അങ്ങനെ എഴുതി കാണുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് യോഹന്നാൻ ശ്ലീഹയുടെ 3-ാം ലേഖനം 1-6 ഭാഗം. അതായത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം 3 ലേഖനത്തിന്റെ 1-6. അവർ സഭയുടെ മുൻപാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു.
നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വിധം യാത്ര അയച്ചാൽ നന്നായിരിക്കും. അതെ, അതായത് സുവിശേഷ പ്രവർത്തകരെ നിങ്ങൾ ദൈവത്തിന് പ്രീതികരമായ വിധം യാത്ര അയക്കണം. അതാണ് പൗലോസും ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്നെ യാത്രയാക്കാൻ തക്കവണ്ണം ഞാൻ നിങ്ങളോടുകൂടെ പാർക്കും. അതിന് ശേഷം നിങ്ങൾ യാത്ര അയക്കണം, നിങ്ങൾ തന്നെ യാത്ര അയക്കണമെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഒരു സുവിശേഷ പ്രവർത്തകർ വന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടുന്ന വിധമായ രീതിയിൽ സ്നേഹത്തിലും അവരുടെ യാത്രാ ചെലവുകളും വഹിച്ച് അവരെ യാത്രയാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പൗലോസ് ഈ ഒരു ഭാഗത്തൂടെ ചെയ്യുന്നത്. അതുപോലെ ഇനി അടുത്ത 3-ാം ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അത് 3-ാം ഭാഗം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. തിമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവീൻ. എന്നെ പോലെ തന്നെ അവൻ കർത്താവിന്റെ വേല ചെയ്യുന്നുവല്ലോ. ആരും അവനെ അലക്ഷ്യമാക്കരുത്. ഞാൻ സഹോദരന്മാരുമായി അവനെ കാത്തിരിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവാൻ അവനെ സമാധാനത്തോടെ യാത്രയയപ്പീൻ. സഹോദരനായ അപ്പൊല്ലോസിന്റെ കാര്യമോ, അവൻ സഹോദരന്മാരോടുകൂടെ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ഞാൻ അവനോട് അപേക്ഷിച്ചു, എങ്കിലും ഇപ്പോൾ വരുവാൻ അവന് ഒട്ടും മനസ്സായില്ല. അവസരം കിട്ടിയാൽ അവൻ വരും. ഈ റെഫറൻസ് എഴുതിയിരിക്കുന്നത് മിസ്റ്റേക്ക് ആണ്. ഇതിന്റെ അല്ല, കോപ്പി എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. അത് അതിന്റെ ഇതായിട്ട് കണക്കൂട്ടുണ്ട്. ഞാൻ പറയാതെ അതിന്റെ അല്ല, അതിൽ ശ്രമിക്കുക. അപ്പോസ്തലന്റെ വിശ്വസ്ത പ്രവർത്തകരായിരുന്നു തീമോത്തിയോസും അപ്പോല്ലോസും. പ്രത്യേകിച്ച് അപ്പോലോസ് നമുക്ക് കൊരിന്ത്യസ് ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. പൗലോസ് നട്ടു, അപ്പോലോസ് നനച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതായത് അവര് സഹോദരങ്ങളെ പോലെ അത്രയ്ക്ക് വിശ്വസ്തരായിരുന്നു എന്ന് നമ്മൾ കാണും. അതുപോലെ ഒരു വിശ്വസ്തനായിരുന്നു തീമോത്തിയോസിനെ കുറിച്ച് പല ഭാഗങ്ങളിലും പൗലോസ് എഴുതുന്നുണ്ട്. പൗലോസിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായി തീമോത്തിയോസിനെ സ്വീകരിക്കണമെന്നാണ് പൗലോസ് ഇവിടെ എഴുതുന്നത്. തീമോത്തിയോസ് വന്നാൽ 10-ാം വാക്യം കാണുന്നുണ്ട്. തീമോത്തിയോസ് വന്നാൽ അവനെ നിർഭയനായി ആയിരിക്കാൻ അവനെ നോക്കണം, കാത്തുകൊള്ളണം എന്ന്. അത് ഔദ്യോഗിക പ്രതിനിധിയായി സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം യഥാർത്ഥ വിവരങ്ങൾ തന്നെ വന്ന് ധരിപ്പിക്കുമെന്നും ലേഖനത്തിൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കോരിന്ത്യസുകാർ എപ്രകാരം അവനെ സ്വീകരിക്കുമെന്നതിനെ സംബന്ധിച്ച് പൗലോസിന് ആശങ്കയുണ്ടായിരുന്നു. അതായത് കോരിന്ത്യസിലെ കോരിന്ത്യസില് പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നതായും അതിനാൽ തിമോത്തിയോസ് ചെന്നാൽ എങ്ങനെ, അതായത് അപ്പോലോസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നതായിട്ടാണ് അപ്പോലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ. അപ്പം അപ്പോലോസിന്റെ ഒരു പക്ഷക്കാരൻ, മറ്റൊരു ഗ്രൂപ്പ് പൗലോസിന്റെ ഗ്രൂപ്പ് എന്ന് ഉള്ളപ്പോഴേ തിമോത്തിയോസിനെ അങ്ങോട്ട് അയച്ചാൽ എങ്ങനെ അവരെ സ്വീകരിക്കുമെന്ന് പൗലോസിന് വളരെ പേടിയുണ്ടായിരുന്നു. എങ്കിലും പൗലോസിന്റെ പ്രതിനിധിയായി ആണ് തിമോത്തിയോസിനെ അയക്കുന്നത്. പൗലോസിന്റെ പ്രതിനിധിയായി കോരിന്ത്യർ ആഗ്രഹിച്ചിരുന്നത് അപ്പോലോസിനെ ആയിരുന്നു. എന്നാൽ അപ്പോലോസ് കൊരിന്ത്യയിലേക്ക് പോകാനായി വളരെ അധികം നിർബന്ധിച്ചു. എങ്കിലും സാഹചര്യങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തിന് യാത്ര പിന്നീട് ഒരിക്കലേക്ക് മാറ്റിവെക്കുന്നു. പൗലോസ് പോകാത്തതിന്റെ ഒരു കാരണം പൗലോസ് അപ്പോസ്തലന്റെ സ്വാധീനത്തിന് കുറവുണ്ടാകാൻ താൻ മൂലം ഇടയാകരുത് എന്നുള്ള ഒരു ചിന്താഗതിയാണ്. സ്വന്തം നേട്ടങ്ങളോ സമാന ചിന്തക്കാരുടെ ശക്തി പ്രകടനമോ സഭയെ വളർത്തില്ല എന്നുള്ള തിരിച്ചറിവ് ആണ് അപ്പോലോസ് അതിൽ നിന്ന് മാറി നിന്നത്. കാര്യം പൗലോസിന്റെ പക്ഷക്കാരൻ എന്നുള്ള ഒരു ശക്തി അവിടെ കൂടി വരാതിരിക്കാൻ വേണ്ടിയാണ് പൗലോസ് നിർബന്ധിച്ചിട്ട് കൂടെ അവിടെ പോകാതെ മാറി നിൽക്കുന്നത്. അപ്പോഴാണ് തീമോത്തിയോസിനെ അങ്ങോട്ടേക്ക് വിടാനായിട്ട് പൗലോസിന് നിർബന്ധനായി തീരുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവേചിച്ചറിയുകയാണ് അവിടെ ചെയ്തത് പ്രധാനമായിട്ട്. അതാണ് അപ്പോസ്തലന്റെ ഒരു പ്രത്യേകത നാം കാണേണ്ടത്. ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അത് വിവേചിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ യാത്ര മാറ്റിവെക്കും. ഇവരുടെ യാത്ര അനേക കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതായിട്ട് നമ്മൾ അത് കാണുന്നുണ്ട്. അതായത് തീമോത്തിയോസ് പൗലോസത്തിന്റെ വിശുദ്ധ ശിഷ്യനാണ്. അയാളെ കുറിച്ച് പൗലോസ് പറയുന്ന വിശേഷണം ശ്രദ്ധേയമാണ്. അവനും എന്നെ പോലെ കർത്താവിന്റെ ജോലിയിൽ വ്യാപൃതനാണല്ലോ. സുവിശേഷത്തിനായുള്ള ശുശ്രൂഷ ആരുടെയും സ്വന്തം ജോലിയല്ല, അത് കർത്താവിന്റെ ജോലിയാണ്. പൗലോസ് ഇക്കാര്യത്തിൽ പ്രത്യേക അവകാശങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല.
പക്ഷെ എന്നാലോ നിർഭയനായി കഴിയാൻ സാഹചര്യം, അവന് നിർഭയനായിട്ട് അവിടെ ജോലി ചെയ്യാൻ സാഹചര്യം സൃഷ്ടിക്കണമെന്ന് അവിടുത്തെ പ്രശ്ന സങ്കീർണതകളുടെ മനസ്സിലാക്കി പൗലോസ് പ്രത്യേകമായിട്ട് എഴുതുന്നു. മാത്രമല്ല തന്റെ പ്രതിനിധിക്ക് വേണ്ടി നടത്തുന്ന ഒരു കരുതലിന്റെ വാക്കുകൾ, തൻ ഒരു സഹോദരൻ അല്ലെ ഒരു അപ്പനെ പോലെ അല്ലെ ഒരു സഭാ നേതാവിനെ പോലെ തിമോത്തിയോസിന്റെ അവിടെ ചെല്ലുമ്പോൾ യാതൊരു വിധത്തിലും അവനൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ഒരു കരുതലോടുകൂടിയാണ് പൗലോസ് ഇവിടെ അത് എഴുതുന്നത്. ആരും അവനെ അലക്ഷ്യമാക്കരുത്, ഞാൻ സഹോദരന്മാരെ അവനെ കാത്തിക്കുവാൻ എൻ്റെ അടുക്കൽ വരുവാൻ അവനെ സമാധാനത്തോടെ യാത്ര അയപ്പിൻ എന്ന് പ്രത്യേകം പറയുന്നതിന്റെ ഉദ്ദേശമാണ്. തിമോത്തിയോസിന്റെ അപ്പോളോസിന്റെയും പ്രവർത്തനങ്ങളിൽ പൗലോസ് വളരെ സംതൃപ്തനാണ്. അതിനാൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അത് അവർക്ക് ഒന്നിലും പോരാ. തീത്തോസിന്റെ ലേഖനം 3:13 നാം കാണുന്നുണ്ട്. പൗലോസ് തന്നെ എഴുതിയ ലേഖനം തീത്തോസ് 3:13 നാം കാണുന്നുണ്ട്. ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പല്ലോസിനും ഒരു ബുദ്ധിമുട്ടും വരാത്ത വിധം ഉത്സാഹിച്ച് വഴിയാത്ര അയക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് അപ്പോലോസിനും ന്യായശാസ്ത്രിയായ സേനാസിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഇത് കാണുന്നില്ല. പക്ഷെ അത് അവിടെ സേനാസിന് വരും. നമ്മൾ തീമോത്തിയോസിനെ നമ്മൾ ചിന്തിച്ചാൽ തീമോത്തിയോസും അപ്പോളോസിനെയും യാത്രയാക്കും. അവർക്ക് ഒന്നിനും പോരായ്മ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അത് സുവിശേഷ പ്രവർത്തകർക്ക് യാതൊരുവിധമായ കുറവുകളും ഉണ്ടാകാൻ പാടില്ല. കാര്യം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നവരെ നമ്മൾ കരുതുക എന്നുള്ളത് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. 4-ാം ഭാഗം, അതായത് പ്രബോധനങ്ങൾ. അത് ആകെപ്പാടെ 2 വാക്യങ്ങളേ ഉള്ളൂ. നമ്മളത് നേരത്തെ നമ്മൾ പൗലോസിന്റെ പല ഭാഗത്തൂടെ നമ്മൾ കണ്ടതാണ്. ഉണർന്നിരിപ്പീൻ, വായിച്ചത്. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ഈ കാര്യങ്ങളെല്ലാം ഉണർന്നിരിപ്പീൻ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം നമ്മൾ പല അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയതാണ്. അപ്പൊ അത് ക്രൈസ്തവരിൽ, അതായത് നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതായ ഒരു പഞ്ചശീലങ്ങൾ, അത് കോരിന്തിലുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ നൽകുന്ന ഒരു പ്രബോധനങ്ങളാണ് ഈ പഞ്ചശീലങ്ങൾ. ഈ പഞ്ചശീലങ്ങൾ നമുക്കും വേണ്ടതാണ് എന്ന് നമ്മൾ ഓർത്തത്. ഉണർന്നിരിപ്പിൻ, ഇത് പുതിയ നിയമത്തിൽ കൂടെ നൽകിയിരിക്കുന്ന ഒരു ആഹ്വാനമാണ്. വിളക്ക് തെളിച്ച് കാത്തിരിക്കുന്ന കന്യകമാരുടെ ഭാവമായിരിക്കണം ഇവിടെ. ആ ഒരു ഭാവമാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഉണർന്നിരിപ്പിൻ. നമുക്കറിയാവുന്നതാണ്, വിളക്ക് കൊളുത്തി 10 കന്യകമാരുടെ ചരിത്രം നമുക്ക്, അല്ലെങ്കിൽ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 34-37 നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എവെങ്കിയോലിയൻ ആണ് ഭാഗമാണത്. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 13, 34-37. യജമാനൻ എപ്പോൾ വരുമെന്ന് അറിയായികയാൽ ഉണർന്നിരിപ്പിൻ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പിൻ. അത് 34-37 വാക്യമാണ്, അതിനിടയ്ക്കുള്ളതില്ല. അതായത് യജമാനൻ എപ്പോൾ വരും എന്നറിയാൻ ഉണർന്നിരിപ്പിൻ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പിൻ. തെറ്റായ പഠനങ്ങൾ നൽകുന്നവർക്കെതിരെയും ജാഗ്രതയായിരിപ്പിൻ എന്നും ഈ ഉണർന്നിരിപ്പിനെ വ്യാഖ്യാനിക്കാം. വെറും ഒരു ഉറക്കമൊഴിക്കൽ മാത്രമല്ല എന്നർത്ഥം. കർത്താവിന്റെ 2ാമത്തെ വരവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുള്ള കാത്തിരിപ്പും ഇതുമായിട്ട് നമുക്കത് ചിന്തിക്കാം. 15-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അതാണ് ഓർത്ത്. പുനരുത്ഥാനവും 2ാമത്തെ വരവിനെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഉണർന്നിരിപ്പിൻ തന്നെ എടുത്തു പറയുന്നത്. മത്തായിയുടെ സുവിശേഷം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 24:42, 25:13 ഇവിടെ 2 ഭാഗത്തും ഈ ഉണർന്നിരിപ്പിൻ എന്ന് കർത്താവ് തന്നെ പറയാം. കർത്താവ് തന്നെ നമ്മളോട് സുവിശേഷ ഭാഗങ്ങളെയാണ് 14 പ്രാവശ്യം പറയുന്നുണ്ട് ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. മത്തായി 24:42. സെയിന്റ് മാത്യു ചാപ്റ്റർ 44-42. 25:13 നമുക്ക് കാണുന്നു, നാളും നാഴികയും അറിയാത്തതിനാൽ ഉണർന്നിരിപ്പിൻ. അതും നമ്മുടെ 2ാമത്തെ വരവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മിപ്പിക്കലാണ്. പക്ഷെ ഇവിടെ നമ്മൾ പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യം നമ്മളൊന്ന് ഓർത്താൽ, ആ ഒരു ഉണർന്നിരിപ്പാണ് നമുക്കെല്ലാം ഈ ലൗകിക ലോകത്ത് നമുക്ക് വേണ്ടത്. പത്രോസ്ലീഹ 1 പത്രോസ് 5:7.
അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ആകുല ചിന്തകളും അവനെ ഭരമേൽപ്പിക്കുവിൻ. നിർമ്മലരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അതെ, അപ്പൊ ഇവിടെ ഈ ഉണർന്നിരിപ്പിൻ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് വരും. ഇപ്പൊ നമുക്ക് ഈ അലർന്ന ശത്രു ഒന്നും അലർന്ന സിംഹത്തെ പോലെ ഒന്നും വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ആകെപ്പാടെ വേണ്ടത് ജസ്റ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോൺ മതിയല്ലോ. ഫോൺ മതി നമ്മളെ പിശാച് വിഴുങ്ങാൻ വേണ്ടി. നമുക്ക് ഫോൺ മാത്രം മതി, വേറെ ഒരു സാധനവും വേണ്ട. ആ ഫോൺ ഒന്ന് ഒഴിവാക്കാമെങ്കിൽ നമുക്ക് എത്രയോ പിശാചുക്കളെ നമുക്ക് അകറ്റി നിർത്താൻ മതി. അത്യാവശ്യത്തിന് നമ്മൾ ഫോൺ ഉപയോഗിക്കുക, എല്ലാ ആവശ്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാം അനാവശ്യത്തിനായി കഴിയുമ്പോൾ നമ്മളെ ആ ഒരു പിശാചിന്റെ ഒരു ലെവലിലേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ ആ ഒരു ലെവലിലേക്ക് നമ്മളെ, അതായത് പിശാചിന്റെ ഒരു പ്രവർത്തനമെന്ന് വേണേൽ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് ഓർത്തു കഴിഞ്ഞാൽ ചിന്തിക്കാം. കാര്യം ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോഴേ നമ്മൾ അവന്റെ തൊട്ടിലോട്ട് ഒരു ടാബ്ലറ്റ് അങ്ങ് ഘടിപ്പിക്കും. പിന്നെ അവന്റെ ജീവിതം അതേലാണ്. അപ്പൊ പിശാചിൻ എത്രയോ മിടുക്കനാണെന്ന് ആലോചിച്ച് നോക്കി. എത്ര എളുപ്പം എന്നാണ് പിശാച് മനുഷ്യനെ, പഴയ കാലത്തേക്കാൾ വളരെ എളുപ്പമാണ് പിശാചിന് ഇപ്പോൾ മനുഷ്യനെ കീഴടക്കാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റായ പഠനങ്ങളിൽ നിന്നും നമ്മളെ വിഴുങ്ങുന്നതായ തെറ്റായ ചിന്തകളിൽ നിന്നും നമ്മൾ ഉണർന്നിരിപ്പിൻ എന്നാണ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി അടുത്തത് വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. വിശ്വാസത്തെ കുറിച്ച് നമ്മൾ വളരെ കാര്യമായിട്ട് 13-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ദൈവം നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവുമാണെന്നുള്ള വിശ്വാസം, അതാണ് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ജീവിത ശൈലി. അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് 15-ന്റെ 1-ാം വാക്യമാണത്, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ജീവിത ശൈലി. അതുപോലെ 15-ന്റെ 58-ാം വാക്യമാണ്, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന്. നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ ക്രിസ്തുവിൽ നിൽക്കുക, വീണു പോകാതിരിക്കാൻ എന്ന് നാം 10-ാം അധ്യായത്തിൽ നാം കണ്ടതാണ്. അതായത് വിശ്വാസത്തിന്റെ ഉള്ളടക്കവും ജീവിതശൈലിയും ഇവിടെ അപ്പോസ്തലൻ അവിടെ അർത്ഥമാക്കുകയാണ് ചെയ്യുന്നത്. സെയിന്റ് ജോണിന്റെ, അതായത് യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 5-ന്റെ 1-ൽ നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ ആഴ്ച അതിന്റെ മുമ്പത്തെ ആഴ്ച നമ്മൾ അത് പഠിച്ചാണ്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കും. അത് അവിടെയാണ് വിശ്വാസം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ. അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ലോകത്തെ ജയിക്കും. ദൈവപുത്രൻ സർവശക്തനും സർവ്വവും അറിയുന്നവനും ആകുന്ന അവിടുന്ന് സകലത്തിനും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ്. അതിദാരുണമായ മരണത്തെ ജയിച്ച് മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റ് ആഘോഷത്തോടെ സ്വർഗാരോഹണം ചെയ്ത കർത്താവിൽ വിശ്വസിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നതിന് പ്രാപ്തനാണ്. അതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം നമ്മളെപ്പോലെ ജീവിച്ച് മരിച്ച് സ്വർഗാരോഹണം ചെയ്ത കർത്താവിൽ വിശ്വസിക്കുന്നവൻ, ഉദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത വിശ്വസിക്കുന്നവനാണ്. അവിടെയാണ് നമ്മൾ റോമൻ എഴുതിയ ലേഖനം 10-ന്റെ 9 എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു വാക്യമാണ്. റോമൻ 10-ന്റെ 9. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതാണ് വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് പുരുഷത്വം കാണിക്കുകയും അതിന് ആവർത്തന പുസ്തകം 31-ന്റെ 6 നമ്മൾ മോശയുടെ പിൻഗാമിയായിട്ട് ജോഷുവയെ അവരോധിക്കുമ്പോൾ മോശ അവർക്ക് നൽകുന്ന ഒരു പ്രബോധനമാണ്. 31-ന്റെ 6 ആവർത്തനം 31:6. ബലവും ധൈര്യവുമുള്ളവരായിരിക്കുവിൻ, അവരെ ഭയപ്പെടരുത്, പരിഭ്രമിക്കുകയുമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതെ, പുരുഷത്വത്തിന്റെ അല്ലെ പൗരുഷം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഈ പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. പൗരുഷം എന്ന് പറഞ്ഞാൽ സ്ത്രീകളും നമ്മുടെ ആ നമ്മൾ ഭയത്തിന് അടിപ്പെടരുത് എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ പൗരുഷം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആ ഒരു പൗരുഷത്വം, അതായത് പലരെ കുറിച്ചും പറയത്തില്ല,
അവരെ കണ്ടു കഴിഞ്ഞാൽ അവരിൽ ഒരു പൗരുഷ ഭാവം ഉണ്ട് എന്ന് പറയത്തില്ല. അതായത് ആ ഒരു ഭാവമാണ് ഉദ്ദേശിക്കുന്നത് അവിടുന്ന്. അതായത് ദൈവം നമ്മോട് കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പരിഭ്രമിക്കുകയും വേണ്ട. അതാണ് പൗരുഷത്തിന്റെ ഒരു, അതായത് മോശയുടെ ജോഷുവയെ അവരോധിക്കുമ്പോൾ ജോഷുവയെ ഇസ്രായേൽ ജനത്തെയും പ്രബലപ്പെടുത്തുന്നതായ ഒരു വാക്കുകളാണ് ഈ ആവർത്തന പുസ്തകം 30. അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. പൗരുഷം കരുത്തും ഉള്ളവരാകുവിൻ, ബാലിശമായ എല്ലാ വാഗ്ദാനങ്ങളിലും തർക്കങ്ങളിലും വിഭാഗീയതകളിൽ നിന്നും മാറാനുള്ള ആഹ്വാനം കൊരിന്ത്യരോട് ഈ പറയുന്നതിന്റെ ഒരു ഉദ്ദേശം. കൊരിന്ത്യ സഭയുള്ള ഭിന്നതകൾ അവർ ഇനിയും വളർന്നിട്ടില്ല എന്നതിന്റെ സൂചനയാണ്. ധൈര്യത്തോടെ പെരുമാറുക, യാതൊന്നിനെയും ഭയപ്പെടാതിരിക്കുക എന്നത് വിശ്വാസത്തിനുള്ള പോരാട്ടത്തിൽ പ്രധാനം. ദൈവത്തിൽ നിന്നാണ് ക്രിസ്തീയ സാക്ഷ്യത്തിന് ആവശ്യമായ ഈ കരുത്ത് ലഭിക്കുന്നത്. അത് നമുക്ക് കാണാം സങ്കീർത്തനങ്ങള് 31:24 അല്ലേല് 27:14. സാംസിൽ തന്നെ 31:24 അല്ലെ സാംസ് 27:14. 31:24 യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുകയും നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. അത് 14 ഇത്. അതാ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യമായിട്ട്. അപ്പം ഈ പറഞ്ഞു വന്നത് പൗരുഷം വരുന്നത് എവിടുന്ന? യഹോവയിൽ പ്രത്യാശ വയ്ക്കുമ്പോഴാണ് നമുക്ക് പൗരുഷം. അതായത് നമ്മുടെ ബലം, മനസ്സിനും ശരീരത്തിനുമുള്ള ശക്തി വരുന്നത് യഹോവയുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശ നമ്മളിൽ നിന്ന് കൈവിട്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ച എല്ലാ ക്ലാസ്സിലും പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് ദൈവത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നും അടിമപ്പെടുത്തത്തില്ല. നമുക്ക് യാതൊരു എന്ത് പ്രശ്നം വന്നാലും യോബിനെ പോലെ നമ്മൾ ധൈര്യമായിട്ട് പറയും, യഹോവ ജീവനുള്ളവനായ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ അടുത്തത് നമ്മൾ ഈ ശക്തിപ്പെടുവിൻ. 5 കാര്യങ്ങളിൽ 4-ാമത്തെയാണ് ശക്തിപ്പെടുവിൻ എന്ന്. എഫേഷ്യൻസിന്റെ 6:10 അത് നമ്മളെ എടുത്ത് പറയുന്നുണ്ട്. എഫേഷ്യൻസ് 6:10. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇപ്പൊ ഈ 4 കാര്യങ്ങൾ പറഞ്ഞു 5-ാമത്തെ കാര്യത്തിൽ വരുമ്പോൾ പറയാം ഒടുവിൽ എന്ന് പറയുമ്പോൾ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. അത് നമുക്ക് ആ ഒരൊറ്റ കാര്യം മതി. നമുക്ക് ദൈവത്തിലുള്ള ശക്തി, ആ ദൈവം ശക്തിമാനാണ്, സർവശക്തനും സർവത്തിന്റെ സൃഷ്ടിതാവും സർവശക്തനുമാണെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൽ നമ്മൾ ശക്തിപ്പെടും. അതായത് പുരുഷത്വം മാത്രം കാണിച്ചാൽ പോരാ, ശക്തിപ്പെടേണ്ടതും ആവശ്യമാണ്. ദൈവീയ പ്രവർത്തനങ്ങൾക്കെതിരെ വരുന്ന ദുഷ്ടശക്തികളിൽ നിന്നും ബലം നേടുവാൻ നാം ദൈവത്തിൽ ആശ്രയിക്കും. നേരത്തെ നാം പറഞ്ഞ പോലെ സാത്താൻ ആരെ വിഴുങ്ങാണ്ട് നോക്കി നടക്കുകയാണ്. ഈ കാലഘട്ടം എല്ലാവിധമായ പ്രകോപനങ്ങളുടെയും കാലമാണ്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ ദൈവത്തിലുള്ള ഒരു വിശ്വാസവും ദൈവകൃപയും ഒപ്പം നമ്മളുടെ മനസ്സിന്റെ ബലവും ദൈവത്തിനോടുള്ള സ്നേഹവും ഉണ്ടായിരിക്കണം. അതാ ഈ 5-ാമത്തേത് നമ്മൾ 13-ാം അധ്യായത്തിൽ പഠിച്ചാണ്, ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യും. എല്ലാറ്റിനും മികച്ചു നിൽക്കേണ്ട ഗുണമായ സ്നേഹത്തെ പറ്റി വീണ്ടും പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹത്തോട് കൂടി ചെയ്യണമെന്നല്ല, സ്നേഹത്തിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് സ്വയം വെറുമയാക്കപ്പെടുന്ന സ്നേഹത്തിൽ നാം ചെയ്യണം. 13-ാം അധ്യായം മൊത്തം നാം പഠിച്ചതാണ്. അതിൽ നാം കണ്ടതാണ്. എഫേഷ്യൻസ് 5:2. എഫേഷ്യൻസ് 5:2. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ യാഗമായി തീർന്നതുപോലെ ആ ഒരു സ്നേഹമാണ് നമുക്ക് വേണ്ടത് എന്ന് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവർ അന്യോന്യം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് സെന്റ് ജോണിൽ നമ്മളത് കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം പഠിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പൗലോസ്ലീഹ കൊരിന്ത്യരോട് ഓർപ്പിക്കുകയാണ്, നമ്മളെയും ഓർപ്പിക്കുകയാണ്, ഈ പഞ്ചശീലങ്ങൾ ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പിൻ, പൗരുഷം കാണിക്കുവിൻ, ശക്തിപ്പെടുവിൻ, ചെയ്യുന്നതെല്ലാം സ്നേഹത്തോട് ചെയ്യുവിൻ എന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. 13-ാം അധ്യായത്തിൽ നാം കണ്ടു, വിശ്വാസവും പ്രത്യാശയും മാനുഷികമാണ്, എന്നാൽ സ്നേഹം ദൈവികമാണ്. ഈ ദൈവികമായ സ്നേഹത്തിന് നാം അടിമപ്പെടണം എന്നാണ് പൗലോസ് വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. 5 സ്തെഫാനോസും മറ്റുള്ളവർക്കുമുള്ള നിർദ്ദേശങ്ങൾ. സഹോദരന്മാരെ, സ്തെഫാനോസിന്റെ കുടുംബം അഖായിലെ ആദ്യഫലമെന്നും
അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷ തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്തേഫാനോസും ഫർത്തനാത്തോസും അഹായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവീൻ. താങ്ക് യു. സ്തേഫാനോസിന്റെ കുടുംബം, അപ്പോസ്തലൻ തന്നെ മാമോദീസ നൽകിയവർ. ഈ സ്തേഫാനോസ് എന്ന് പറയുന്നത് നമ്മൾ സ്തേഫാനോസ് സഹതായ അതോർത്തോണം. കാര്യം സ്തേഫാനോസ് സഹത മരിക്കുമ്പോൾ പൗലോസ്ലീഹ അവിടെ അദ്ദേഹത്തിന്റെ തുണിയെല്ലാം മേടിച്ച് അവിടെ അത് സൂക്ഷിപ്പുകാരനായിട്ട് അവിടെ സ്തേഫാനോസിനെ കല്ലെറിയുന്നതും കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് പൗലോസ്ലീഹ. ഇവിടെ ഈ സ്തേഫാനോസ് എന്ന് പറയുന്നത് അപ്പോസ്തലൻ തന്നെ മാമോദീസ നൽകിയതാണ്. കോരിന്ത്യർ 1:16 നമ്മൾ കാണുന്നുണ്ട്. 1 കോരിന്ത്യർ 1:16 നമുക്ക് കാണുന്നുണ്ട്. ആഖായയിൽ ആദ്യഫലം എന്നാണ് ഈ കുടുംബത്തെ കുറിച്ച് പൗലോസ് പറയുന്നത്. ഇവരുടെ കുടുംബം ആയിരുന്നിരിക്കണം കോരിന്ത്യ സഭയുടെ ആസ്ഥാനം. ആദ്യകാല സഭയിലെ ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ യഥാർത്ഥ മാതൃകയാണ് അവർ എന്നും അവർ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ സ്വയമേവ തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരാണ്. സഭ അവരുടെ ശുശ്രൂഷയെ അംഗീകരിക്കണമെന്നും അവർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നും അപ്പോസ്തലൻ അവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ 17-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, സ്തേഫാനോസ്, ഫൊർത്തുനാത്തോസ്, അക്കായിക്കോസ് വന്നതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു. അതായത് ഇവരാണ് കോരിന്ത്യ സഭയിലെ പ്രശ്നങ്ങളെ കുറിച്ച് കോരിന്ത്യ സഭയിലെ നേതാക്കന്മാരല്ലെങ്കിൽ അവിടുന്ന് മധ്യസ്ഥരായിട്ട് പറഞ്ഞയച്ചവരാണ് ഈ 3 പേര് എന്നാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ കൂട്ടായ്മ ആയാലും ശുശ്രൂഷ ആയാലും അപ്പോസ്തലനും കോരിന്ത്യ സഭയ്ക്കും സന്തോഷവും ആശ്വാസവും നൽകിയവരായിരുന്നു എന്ന് പൗലോസ് നമുക്ക് ഈ ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കാം. കാര്യം അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ എന്ന് പൗലോസ് തന്നെ 18-ാം വാക്യത്തിൽ പറയുന്നതാണ്. അതായത് ഇവരുടെ ശുശ്രൂഷയും കൂട്ടായ്മയും ഈ കോരിന്ത്യ സഭയ്ക്കും അപ്പോസ്തലനും വളരെ ആശ്വാസം നൽകിയിരുന്നു. ഇവിടെ പറയുന്ന ഈ 3 പേരും അവരുടെ വരവും അവരുടെ റിപ്പോർട്ടും എല്ലാമാണ് ഈ ലേഖനം എഴുതുന്നതിന് പൗലോസ്ലീഹായെ മുന്നോട്ട് കൊണ്ടുവരുന്നതെന്ന് നമുക്കത് മനസ്സിലാക്കും. അപ്പോസ്തലനും കോരിന്ത്യ സഭയും ഉണ്ടായിരുന്നതായ കുറവ് നികത്തുന്നതിന് അവർ ഒരു കാരണമായി തീരും. അപ്പോസ്തലന്റെ അസാന്നിധ്യം അവരുടെ മനസ്സിനെയും അപ്പോസ്തലൻ എൻ്റെ സാന്നിധ്യം അവരുടെ മനസ്സിനെയും അവരുടെ സാന്നിധ്യം കോരിന്ത്യ സഭയുടെ അവരുടെ സാന്നിധ്യം അപ്പോസ്തലന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതെന്ന് നമുക്ക് വായിക്കുന്നു. അതുപോലെ കോരിന്ത്യ സഭയുടെ വിവരണങ്ങളും അപ്പോസ്തലന്റെ മനസ്സിനും കുളിർമ പകർന്നതായിട്ട് നാം ഇത് കാണുന്നുണ്ട്. അപ്പോസ്തലന്റെ അസാന്നിധ്യം കോരിന്ത്യ സഭ ഉണ്ടായതായ അകൽച്ചയെ ഇവരുടെ സാമീപ്യവും സന്ദർശനം മൂലം പരിഹരിക്കപ്പെടുന്നു. അതായത് ഇവര് വന്ന് ഈ അപ്പോസ്തലനുമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് പറയുകയും അതിന് വേണ്ടുന്നതായ കാര്യങ്ങളെല്ലാം അതിന് മറുപടിയായിട്ട് പൗലോസ് എഴുതുകയും ഇവരുടെ തന്നെ കൊടുത്തുവിടുന്നതുമായിട്ട് നാം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മധ്യസ്ഥതയാണ് ഇങ്ങനെയുള്ള ഒരു ഈ മധ്യസ്ഥതയെ മാനിച്ചു കൊള്ളുവീൻ, അല്ലെങ്കിൽ മധ്യസ്ഥതയെ മാനിച്ചു കൊള്ളുവീൻ എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞ് അവസാനിക്കുന്നത്. സോ തെസ്സലോനിയർക്ക് 1 തെസ്സലോനിയർ 5:12 നമുക്ക് ഇതിന് തുല്യമായിട്ട് ഒരു ഇത് കാണാം. 1 തെസ്സലോനിയൻസ് 5:12. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് ഇവര് അതായത് ഈ 3 പേരെ മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്. സഹോദരൻ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞതിന് തുല്യമായ ഒരു കാര്യമാണ്. ഇവിടെയും അതിന് തുല്യമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇവര് ഈ മൂവർ അവര് ഈ കോരിന്ത്യ സഭയ്ക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷകളെ നിങ്ങൾ ഓർക്കണം, സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് അവൻ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ്. 19-24. ആസിയയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അഖീലാസും പ്രിസ്കിയും അവിടെ അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു. സകല സഹോദരന്മാരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുവീൻ.
പൗലോസായി എൻ്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹം. ആമേൻ. താങ്ക് യു. 19-24 ഉപസംഹാര പ്രബോധനങ്ങളും ആശീർവാദവുമാണ്. ആസ്യയിലെ സഭകൾ, പൗലോസ് എഫോസസിൽ നിന്നാണ് ഇത് എഴുതുന്നത്. എന്നാൽ ആസ്യ പ്രദേശത്തെ മറ്റു സഭകളുമായി പൗലോസ് നിരന്തരം ബന്ധം പുലർത്തിയതായിട്ട് നമുക്കത് കാണാം. അപ്പോസ്തല പ്രവർത്തികൾ 10-26 ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവർത്തികൾ 10-26 വരെ വാക്യങ്ങൾ. അതായത് മറ്റു സഭകളുമായിട്ടുള്ള ബന്ധം, പൗലോസിന്റെ ബന്ധം അവിടെ എടുത്ത് പറയുന്നുണ്ട്. പരസ്പരം ആശംസകൾ നേർന്നുകൊണ്ട് കത്തുകൾ അവസാനിപ്പിക്കുക സ്വാഭാവികമാണ്, പൗലോസിന്റെ ഒരു ശൈലിയാണ്. ഏഷ്യയിലെ സഭകൾ എന്നതും സകല സഹോദരരും എന്നതും സഭകൾ തമ്മിലുള്ള സഹോദര്യത്തെയും ഒരുമയെയും വ്യക്തമാക്കുന്നു. ഒരു പ്രദേശത്തെ സഭകളെല്ലാം ആശംസകൾ അയക്കുന്നു എന്നത് ഈ ലേഖന ഭാഗത്ത്, അതായത് ഈ ഒരു ദേശത്തിൽ മറ്റുള്ള സഭകളെ നിന്നും കൊരിന്ത സഭയ്ക്ക് ഒരു ആശംസകൾ അറിയിക്കുന്നതായിട്ട് ആണ് ഈ ലേഖന ഭാഗത്ത് നമ്മൾ കാണുന്നത്. അത് സഭ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാണെന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഈ നമ്മുടെ മെത്രാച്ചന്മാരുടെയൊക്കെ കൽപ്പന വരുമ്പോൾ അത് ഇങ്ങനെ നമുക്ക് കാണും, ദേശത്ത് പെട്ടക്കാരും ദേശത്ത് കൈക്കാരന്മാരും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അതിന് തുല്യമായിട്ടൊരു രീതിയാണിത്. അതായത് ആ ദേശത്തുള്ള സഭ മറ്റുള്ള സഭയുമായിട്ടൊരു കൂട്ടായ്മയിൽ കൊണ്ടുവരിക എന്നാണ് പൗലോസിന് ചിന്തിക്കുന്നതാണ്. പൗലോസിൻ്റെതായ സഭകളെല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്യണം. കാര്യം അവർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാകരുത്. അപ്പോൾ ഏതൊരു ലേഖനം എഴുതുമ്പോഴും പൗലോസിന്റെ ഒരു ശൈലിയാണ് ഈ അവസാനം ഈ ഒരു ആശംസയും ഒരു വന്ദനവും ചൊല്ലുന്നത്. അക്വിലായും പ്രിസ്കായും, നമ്മളത് ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞാണ്. അക്വിലായും പ്രിസ്കായും പൗലോസിന്റെ പഴയകാല സുഹൃത്തുക്കളാണ്. കോരിന്ത സഭയുടെ ആരംഭത്തിൽ പൗലോസിനോടൊപ്പം അവരുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ 6 പ്രാവശ്യം ഈ ദമ്പതികളുടെ പേര് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 18-2, 18-26, റോമൻസിന്റെ 16-3, 2 തിമത്തി 4-19. അതായത് ഈ ദമ്പതികളുടെ പേരുകൾ, അതായത് അഖിലായും പ്രിസ്കായുടെയും പേരുകൾ 6 പ്രാവശ്യം ഈ പുസ്തകത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ആക്ട്സ് ഓഫ് അപ്പോസ്തലസിൽ 18-2, 18-26, റോമൻസ് 16-3, 2 തിമത്തി 4-19. ഇത് ക്ലൗദ്യോസ് ചക്രവർത്തിയുടെ കാലത്ത് റോമിൽ നിന്നും പുറന്തള്ളപ്പെട്ട യഹൂദന്മാരുടെ കൂട്ടത്തിൽ വന്നവരായിരുന്നു ഇവർ. ഈ ക്ലൗദ്യോസിന്റെ കാലശേഷം ഇവർ മടങ്ങി റോമിൽ പോയതായി എന്ന് വിചാരിക്കാം. പക്ഷെ ഇവർക്ക് എഫോസസിലും ഭവനം ഉണ്ടായിരുന്നതും അവിടെയായിരുന്ന സഭ കൂടിയിരുന്നതെന്നും ഈ ഭാഗം നമ്മൾ നമുക്ക് അത് മനസ്സിലാകുന്നുണ്ട്. കാര്യം ആസിയയിലെ സഭ നിങ്ങൾ വന്ദനം ചെയ്യുന്നു, അക്വിലയും പ്രിസ്കയും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വന്ദനം ചെയ്തു. അതായത് പൗലോസ് ഈ സമയത്ത് എഫേസസിൽ ഇരുന്നാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എഫേസസിലും അവർക്ക് ഭവനം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ആയിരുന്നു നമ്മുടെ സഭ കൂടിയിരുന്നതായി ഈ ഭാഗം സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ വിശുദ്ധ ചുംബനം, 20-ാം ഭാഗത്ത് വിശുദ്ധ ചുംബനം ക്രിസ്തീയ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും അടയാളമായിരുന്നു. റോമൻസിന്റെ 16-16, 2 കോരിന്ത്യൻസ് 13-12, 1 തെസലോനിയൻസ് 5-26 എന്നീ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. റോമൻസ് 16-16, 2 കോരിന്ത്യൻസ് 13-12, 1 തെസലോനിയൻസ് 5-26. എന്നാൽ പൗലോസ് ഒന്ന് പത്രോസ്ലിയുടെ 1-ാം ലേഖനത്തിന്റെ 5-14 ഇതിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവേൻ. 1 പത്രോസ് 5-14. തമ്മിൽ വന്ദനം ചെയ്യുവേൻ. അതെ, അത് ക്രിസ്തീയ ഒരു ആചാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു. പഴയകാല ആചാരത്തിന്റെ ഇത് ക്രമേണ പരസ്യ ആരാധനയുടെ ഭാഗമായി തീർന്നു. ഇത് നമുക്ക് സുറിയാനിക്കാരുടെ ഇടയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും സ്നേഹചുംബനം നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സിറിയക്കാരുടെ പള്ളികളിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൽ നിന്നായിരിക്കും നമുക്ക് സമാധാന ചുംബനം എന്ന കിസ് ഓഫ് പീസ് എന്ന ഒരു കാര്യം പൗരസ്ത്യ സഭകളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ തമ്മിൽ അന്യോന്യം വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം
നമുക്ക് ആ ഒരു വിശുദ്ധ ചുംബനം എന്നൊരു രീതി നമ്മൾ ആ കയ്യസൂര്യ കൊടുക്കുമ്പോൾ ഈ വിശുദ്ധ ചുംബനമാണെന്നൊന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളൊന്ന് ഇനി ഒന്ന് കയ്യസൂര്യ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കാം. നമ്മൾ ഇനി എന്നെ കേൾക്കുന്നവരൊന്ന് ശ്രദ്ധിച്ച് അടുത്ത ആഴ്ച തൊട്ട് ഞായറാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മൾ കയ്യസൂര്യ കൊടുക്കുമ്പോൾ ഇതൊരു വിശുദ്ധ ദൈവത്തിന്റെ വിശുദ്ധ ചുംബനം. അതാണ് സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഒന്ന് നമ്മൾ ആ കയ്യസൂര്യ ഒന്ന് കൊടുത്ത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ച് ദൈവത്തിൻ്റെതായ വിശുദ്ധ ചുംബനത്താൽ നമ്മൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് ഒന്ന് ചിന്തിച്ചുകൊണ്ടൊന്ന് കൊടുക്കാം. അത് 21-ാം വാക്യത്തിലേക്ക് പോയ പൗലോസായ എൻ്റെ കയ്യാൽ ലേഖനകർത്താവായ പൗലോസ് തന്റെ സ്വന്തം കയ്യാലാണ് എഴുതിയിരിക്കുന്നതെന്ന് ഇത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേക അത് പൗലോസ് അത് പറയുന്നതിന് ഒട്ടും മടി കാണിക്കുന്നില്ല. അത് മറ്റാരും എഴുതിയത് പൗലോസ് ആണ് ഇത് സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് പറയുന്നുണ്ട് പൗലോസ് മറ്റുള്ളവരെ കൊണ്ട് എഴുതിച്ചിട്ട് പൗലോസ് അതിന് അവസാന വന്ദന വാക്യങ്ങൾ മാത്രമേ എഴുതുന്നുള്ളൂ എന്നും പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നു ഇത് എന്റെ സ്വന്തം കയ്യാലാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത 22-ാം വാക്യം നമുക്ക് വളരെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നു. അതായത് അനാഥാമ എന്ന ഒരു വാക്കാണ് ഗ്രീക്കോ അല്ലെങ്കിൽ അരാമ്യ ഭാഷയിലുള്ള ഒരു വാക്കാണ് അനാഥാമ. അതായത് ശപിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ്. വിശ്വാസികൾ എന്ന് അവകാശപ്പെടുകയും അതേസമയം കർത്താവിനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും അനാഥാമ അഥവാ ശപിക്കപ്പെട്ടവൻ പറഞ്ഞുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, വിശ്വാസികൾ എന്ന് അവകാശപ്പെടുകയും അതേസമയം കർത്താവിനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും അനാഥാമ അഥവാ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനാണോ? നമ്മുടെ വിശ്വാസം, നമ്മൾ കർത്താവിനെ വിശ്വാസിയാന്ന് പറയും, കർത്താവിനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നത്. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അവിടെ കർത്താവിനെ സ്നേഹിക്കാതിരിക്കുക, അവനെ തങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹിക്കാതിരിക്കുക, അനുസരിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അത് സെയിന്റ് ജോൺ 14 സുവിശേഷം 14-ാം വാക്യം 23 കർത്താവ് തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അതെ, അതാണ് എന്നെ സ്നേഹിക്കുന്നവൻ. അതാണ് ഇവിടെ അനാഥാമ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കാം. അങ്ങനെ ആയിരിക്കണം. അതിന് പകരം അനാഥാമ, അതായത് ശപിക്കപ്പെട്ടവനായി തീരാതിരിക്കണം എന്നാണ് അവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. ആകയാൽ പിന്നെ ഇവിടെ വീണ്ടും നമ്മൾ പറയുന്നുണ്ട്, പൗലോസിലെ തന്നെ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. ഈ കൊരിന്ത്യർക്ക് എഴുതിയ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മളത് പഠിച്ചാണ്. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല എന്ന് നമ്മളത് പഠിച്ചാണ്. അതുപോലെ ശരാമ്യ ഭാഷയിൽ ശപിക്കപ്പെട്ടവൻ എന്ന ഭൂമിയിലെ ആത്മീയ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്നും ആത്യന്തികമായി വരുവാനിരിക്കുന്ന സ്വർഗീയ രാജ്യത്ത് സ്ഥാനമില്ലാതിരിക്കുക എന്നും അർത്ഥമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ശപിക്കപ്പെട്ടവൻ എന്നതിന് ഭൂമിയിലെ ആത്മീയ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുക, ആത്യന്തികമായി വരുവാനിരിക്കുന്ന സ്വർഗീയ രാജ്യത്തിൽ സ്ഥാനമില്ലാതിരിക്കുക എന്നും അർത്ഥമുണ്ട്. ഈ ക്രിസ്തീയ ശിഷ്യത്വത്തിന് അവസാനത്തെ പരീക്ഷണം കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ഹൃദയംഗമായ ഭക്തിയാണ്. ഇവിടെ അതുപോലെ തന്നെ അടുത്ത കാര്യം പറയുന്നു. കർത്താവ് 22-ൽ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് വരുന്നു, മൊറാൻ ആത്ത എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ കർത്താവ് വരുന്നു, കർത്താവെ വരണമേ എന്ന അർത്ഥമുള്ള ഒരു അരാമായിക പദമാണത്. വിശ്വാസികൾ അഭിവാദനമായും ഈ പദം പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതേ സ്ഥാനത്ത് കർത്താവ് വന്നു എന്നും ഇതിന് അർത്ഥമുണ്ട് എന്ന് പറയുന്നു. അതേപോലെ യുഗാന്ത്യത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായും ഇതിനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അഭിവാദനമായിട്ട് പറയുന്നതായിട്ട് നമ്മൾ പറയുന്നത്. യുഗാന്ത്യത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായിട്ട് കാണുന്നതുകൊണ്ട് ഇതൊരു യുഗാന്ത്യം. അവിടെയാണ് റെവലേഷൻസ് 22:20 അവസാനത്തെ ബൈബിളിലെ അവസാനത്തെ വാക്യം. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്നെ അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ.
കർത്താവായ കർത്താവായ യേശുവിന്റെ കൃപ കർത്താവായ യേശുവെ നിങ്ങളെല്ലാവരും വരേണമേ. മൊറാനാഥ. ഇരിക്കുമാറാകട്ടെ. കർത്താവിനെ സ്നേഹിക്കുന്നവർ കാത്തിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി കഴിക്കുന്ന പ്രാർത്ഥനയാണിത്. ഈ ആരാമ്യ പദപ്രയോഗത്തിൽ നിന്ന് യേശു കർത്താവാണെന്നുള്ള പരമാധികാര സ്ഥാനം പാലസ്തീനിൽ നിന്ന് ഉത്ഭവിച്ചതായി നമുക്ക് കരുതാം. അതായത് നമ്മൾ ഓർക്കണം, കർത്താവായ യേശുവെ വരണമേ എന്ന് പറഞ്ഞാണ് ഈ വേദഭാഗം, ഈ വേദപുസ്തകത്തിന്റെ അവസാന വാക്യമാണത്. അത് തന്റെ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിട്ടുള്ള ആണ് വിശ്വാസികൾ എന്നും തങ്ങളുടെ വാക്കിലും ജീവിതത്തിലും ഈ ആഗ്രഹം എല്ലായ്പ്പോഴും അവർ പ്രദർശിപ്പിക്കുന്നുവെന്നും 2 തീമോത്തിയോസിന്റെ 4:8 ഭാഗത്ത് നാം കാണുന്നുണ്ട്. അതായത് 2 തീമോത്തിയോസ് 4:8 വിശ്വാസികൾ തങ്ങളുടെ വാക്കിലും ജീവിതത്തിലും ഈ ആഗ്രഹം എല്ലായ്പ്പോഴും അവർ പ്രദർശിപ്പിക്കുന്നതാണ്. എല്ലാവരുടെയും മേൽ വിധി നടത്താനോ ദുഷ്ടരുടെയും സകല ദുഷ്ടമർമ്മങ്ങളുടെ പേരിലും തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂര വാക്കുകളിലും കുറ്റവിധിക്കാനുമായിട്ട് അവിടുന്ന് വന്നു എന്ന് നമ്മൾ ഈ കർത്താവ് വന്നു എന്ന് പറയുമ്പോൾ അതിനാണ് യൂദാസ്ലിയ എഴുതിയ ലേഖനത്തില് 1:15 നാം കാണുന്നുണ്ട്. 1:15 ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരത നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അതെ, അത് നമ്മുടെ നവതായി മാറാൻ കർത്താവെ വരയണമേ എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരുടെ മേലും വിധി നടത്താനായിട്ട് കർത്താവ് വരുന്നു എന്ന് നമ്മൾ ഒന്ന് ഓർക്കേണ്ടതായ ഒരു കാര്യമാണ്. അതായത് യൂദാസ് ശ്ലീഹായുടെ ലേഖനം 1:15. എല്ലാ ലേഖനങ്ങളും പൗലോസ് അവസാനിപ്പിച്ചിരിക്കുന്നത് കർത്താവിന്റെ അവസാനത്തെ നിങ്ങൾക്ക് 24-ാമത്തെ ഭാഗം. നിങ്ങൾക്ക് കർത്താവിന്റെ കൃപ ആശംസിക്കാണ്. യേശു ക്രിസ്തുവിലൂടെ സമർത്ഥമായി നൽകപ്പെട്ട കൃപയാണ് പൗലോസിന് നൽകാനുള്ള ഏറ്റവും വലിയ ആശംസ. അതോടൊപ്പം തന്റെ സ്നേഹവും അപ്പോസ്തലത്വവും എല്ലാവർക്കും ആശംസിക്കുന്നു. ലേഖനം ആരംഭം പോലെ തന്നെ ലേഖന അവസാനവും ക്രിസ്തുവിലുള്ള കൃപയിലും സ്നേഹത്തിലും നിറഞ്ഞ ലേഖനത്തിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും കൃപയുടെയും ക്രിസ്തുവിലുള്ള ആഴമായ സ്നേഹത്തിന്റെയും പിതാവിന്റെ കരുതലിന്റെയും പ്രകടനമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കൊലേഷ്യർക്കുള്ള ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. കൊലേഷ്യർ 4:18, റോമർ 16:20. നമ്മുടെ കർത്താവായ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്ന അവസാനിപ്പിക്കുന്നതായ ഭാഗം. അതായത് ജസ്റ്റ് റെഫറൻസ് ഇതാണ്. റോമർ 16:20, കൊലേഷ്യർ 4:18. യേശുക്രിസ്തുവിന്റെ കൃപ പൗലോസ് ലേഖനങ്ങൾ ഉപസംഹരിക്കുന്ന ആശീർവാദത്തോടു കൂടിയാണ്. പിതാവിന്റെ പേര് പറയാതെ പുത്രന്റെ നാമം മാത്രം നിന്നും പുത്രന്റെ ദൈവത്വം വെളിപ്പെടുന്നു. ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹം അപ്പോസ്തോലിക ആശീർവാദത്തോടു കൂടി വ്യക്തിപരമായ സ്നേഹവാക്കുകൾ കൂട്ടിച്ചേർക്കും. ആശീർവാദ രൂപത്തിൽ പൗലോസ് തന്റെ സ്നേഹം അവർക്ക് നൽകുകയാണ്. അവരോടുള്ള തന്റെ സ്നേഹത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ലെന്നും അത് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും അവരെ അറിയിക്കുവാൻ അത്ര ഇപ്രകാരം എഴുതുന്നത്. ഒരു യഥാർത്ഥ ഭരണാധിപൻ അല്ലെങ്കിൽ ഒരു പിതാവിന്റെ ചുമതലകൾ ഈ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസ് നിർവഹിക്കുന്നു. 1. അധർമ്മത്തോടുള്ള ശക്തമായ എതിർപ്പ്. 2. മുഖം നോക്കാതെയുള്ള കർശനമായ ഭാഷ. 3. അബദ്ധോപദേശങ്ങളുടെ തിരുത്തൽ. 4. ആചാരങ്ങളുടെ ക്രമീകരണം. 5. ഗഹനമായ വിഷയങ്ങളുടെ യഥാർത്ഥ്യവും യുക്തിപരവുമായ വ്യാഖ്യാനങ്ങൾ. 6. പിതൃസഹജമായ സ്നേഹം എന്നീ 6 കാര്യങ്ങളാണ് നമ്മൾ ഈ ലേഖനം കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ മനസ്സിലാക്കിയത്. അതായത് 1. അധർമ്മത്തോടുള്ള ശക്തമായ എതിർപ്പ്. 2. മുഖം നോക്കാതെയുള്ള കർശനമായ ഭാഷ. 3. അബദ്ധോപദേശങ്ങളുടെ തിരുത്തൽ. 4. ആചാരങ്ങളുടെ ക്രമീകരണം. 5. ഗഹനമായ വിഷയങ്ങളുടെ യാഥാർത്ഥ്യവും യുക്തിപരമായ വ്യാഖ്യാനങ്ങൾ. 6. പിതൃസഹജമായ സ്നേഹം. കഴിഞ്ഞ 9 ആഴ്ചകളായിട്ട് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9 മുതൽ 16 വരെയുള്ള കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. ഇന്നിപ്പോ സമയം ഒത്തിരി ആയതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. കുറെ കൂടെ പറയാനുണ്ടായിരുന്നു, ഞാനത് നിർത്തിയാണ്. ഇപ്പം 9:06 അല്ല, ഇവിടുത്തെ 10 മണി കഴിഞ്ഞ് 6 മിനിറ്റുമായി. ഇങ്ങനെ ഒരു നിയോഗം എനിക്ക് ലഭിച്ചത് റെക്കോർഡിങ് സ്റ്റോപ്പ്